ഫ്രണ്ട്സ്, ഞാൻ റിൻഷ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നാസി പസന്ത് മാങ്ങയെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ടെറസിൽ 110 ലിറ്റർ ഡ്രമ്മിൽ കായ്ച്ചു നിൽക്കുന്ന നാസി പസന്ത് മാങ്ങയെക്കുറിച്ചാണ്. ഞങ്ങളുടെ ഈ മാവിന് 4 വർഷം പ്രായമുണ്ട്. പച്ചക്ക് പോലും പുളിയില്ലാത്ത നല്ല വലിപ്പം വയ്ക്കുന്ന നാസി പസന്ത് മാവിന് നല്ല രുചിയും ഫ്ലഷുമാണ്. മറ്റ് മാങ്ങകളിൽ നിന്നും നാസി പസന്തിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഞെട്ടിൽ നിന്നും ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് മനസ്സിലാക്കാനാവും. അതുപോലെ ഇതിൻ്റെ ഇല കാലാപ്പാടി മാവിൻ്റെ ഇലയുമായി ചെറിയ സാമ്യമുണ്ട്. നഴ്സറിയിൽ നിന്നും തൈ വാങ്ങുമ്പോൾ നാസി പസന്തും കാലാപ്പാടിയും മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബെഡ് തൈയും ഗ്രാഫ്റ്റ് തൈയുമാണ് നല്ലത്. ലെയറിംഗ് തൈകളും ഇപ്പോൾ നിറയെ പ്രചാരത്തിലുണ്ട്. ഞാൻ ഇതിൽ നിന്നൊന്ന് പറിച്ചു നോക്കുന്നുണ്ട്. പാകമായതുകൊണ്ട് തന്നെ ഒരു മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് പാകമായിട്ടുള്ളൊരു മാങ്ങ കിട്ടിയിട്ടുണ്ട്. പഴുത്തിട്ടുണ്ടോ എന്നറിയില്ല, മുറിച്ച് നോക്കാം. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്തായാലും മാങ്ങ മുറിച്ച് നോക്കാം. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ പഴുത്തതായിട്ട് തോന്നുന്നുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചും കൂടി നോക്കാം. നല്ല രീതിയിൽ തന്നെ പഴുത്ത് കാണുന്നുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ. നല്ല മധുരമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് വാങ്ങിച്ച് നട്ടുവെക്കുക കേട്ടോ. കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് പരാതി പറയുന്നവർക്ക് പോലും ഉത്തമമായിട്ടുള്ളൊരു മാതൃക കൂടിയാണിത്. അപ്പോൾ ഞങ്ങളുടെ ടെറസിൽ നിന്ന് കിട്ടി, ഞങ്ങൾ മുറിച്ച് കഴിക്കുകയാണിത്. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ നിറയെ 4 വർഷമായിട്ടുണ്ട് ഇത് നട്ടിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇതുണ്ടാവുന്നത്. നല്ല രീതിയിലുള്ള ടേസ്റ്റും എല്ലാം ഇത് തരുന്നുണ്ട് നമുക്ക്. ഇതേപോലെ നിങ്ങളും നട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.